ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം എന്താണ്? എന്റർപ്രൈസ്. അത് വിച്ച് ഈസ് ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോൺ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ്. നോൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സർവീസ് എന്ന് പറയാം. അങ്ങനെ സർവീസ് എയിം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എയിം ആയിട്ടുള്ളതോ ഏത് സ്ഥാപനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നോക്കേ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് ഈസ് ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോൺ പ്രോഫിറ്റ്. നോൺ പ്രോഫിറ്റിന്റെ മറ്റൊരു വാക്ക് നമുക്ക് എന്ത് പറയാം? സർവീസ്. അപ്പൊ സർവീസ് ലക്ഷ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലാഭം ലക്ഷ്യമായിട്ടുള്ളതോ ഏത് എന്റർപ്രൈസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഓർഗനൈസേഷൻ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ 5 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. രണ്ടാമത്തത് സോൾ ട്രേഡർ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ. മൂന്നാമത്തത് പാർട്ണർഷിപ്പ്. നാലാമത്തത് ഏതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ നമ്മൾ കമ്പനീസ് എന്നങ്ങ് വിളിക്കും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ്. അഞ്ചാമത്തത് ഏതാണ്? കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം എത്ര തരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ 5. ഓർഗനൈസേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓർഗനൈസേഷൻ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ 5 യഥാർത്ഥത്തിൽ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഫോംസ്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത്. ഒന്ന്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താ? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. രണ്ടാമത്തത് സോൾ ട്രേഡർ കൺസേൺ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ. മൂന്നാമത്തത് പാർട്ണർഷിപ്പ്. 4, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 5 ഏതാണ്? കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്.